ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. എന്താണ് പായസം? അരിനെക്കുട്ടി മത്തങ്ങ പായസം. അതെ, മത്തങ്ങ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. വരും. അല്ല കൂട്ടുകാരെ, നമുക്ക് ഇതിനൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നോക്കാം. നമുക്ക് വേണ്ട മത്തങ്ങ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മത്തങ്ങയാണ്, ഷടമ്മന്റെ വീട്ടിലുണ്ടായ മത്തങ്ങ. അത് നമ്മൾ ഒരു കപ്പ്. പിന്നെ നമ്മുടെ അരിപ്പൊടി എന്ന് വെച്ചാൽ തരിയുള്ള അരിപ്പൊടി വേണം. നമ്മുടെ പുട്ടിന് ഉള്ള അരിപ്പൊടി ആയിരിക്കും ഏറ്റവും നല്ലത്, നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, രണ്ടാം പാല്, നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാല്, പിന്നെ ഒന്നാം പാല്, പിന്നെ നമ്മുടെ ശർക്കര, പിന്നെ വേറൊരു സാധനം കൂടെ വേണം, ഏലക്ക. അത് മറക്കാതെ ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ ശർക്കര നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് അലിയിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ചെറിയൊരു അരിപ്പും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തുന്ന അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശർക്കര. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വെക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അത് നമുക്ക് മത്തങ്ങ വേവിക്കാനുണ്ട്. ഇത് പിഞ്ച് മത്തങ്ങ കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു കപ്പ് വെള്ളം മതി. ഒരു കപ്പ് വെള്ളത്തിൽ കൂടുതൽ വെക്കണ്ട. വെന്തിലും നമുക്ക് അതനുസരിച്ച് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം, അടച്ചങ്ങ് വെക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. മധുരം വേണ്ടവർ അതിനനുസരിച്ച് ശർക്കര എടുക്കുക കേട്ടോ. ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇതെല്ലാം ആവുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ അരിപ്പൊടി എടുത്തിട്ട് നമ്മുടെ ഈ രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് കട്ട മാറ്റി ഇളക്കി വെക്കാം. നമുക്ക് ഇളക്കി നല്ല അരം കൂട്ടുകാരെ, നമ്മൾ ഇതേ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ അരിപ്പൊടിയില്ലേ, ഈ അരിപ്പൊടിക്കകത്ത് രണ്ടാം പാലൊഴിച്ച് ഒന്ന് കട്ട കളഞ്ഞ് ഒന്ന് കലക്കി വെക്കാം കേട്ടോ. നല്ല ഇതായിരിക്കും. നമ്മൾ പായസം കുടിക്കുമ്പോൾ നല്ല തരിതരിയായിട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ. അതിന് നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഇപ്പം തന്നെ നല്ല ഇതായിട്ട് നമുക്കിത് ഉടച്ചങ്ങ് എടുക്കാം. അതായത് നമ്മുടെ മത്തങ്ങ ഒക്കെ ഇവിടെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെക്കാം. നമ്മുടെ ചട്ടി വെക്കാം. ചട്ടി വെച്ച് നമുക്ക് ആ വെള്ളം പറ്റുന്നിടം വരെ കാത്തിരിക്കാം. നമുക്ക് ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ഉരുകട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ചൂടായ നെയ്യിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടാം. ഈ തേങ്ങാക്കൊത്ത് ഒന്ന് മൂക്കുന്നിടം വരെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് മൂക്കട്ടെ. തേങ്ങാക്കൊത്ത് മൂത്ത് നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഈ മുന്തിരിങ്ങയും ഈ കശുവണ്ടിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കുക്കായ അലീനക്കുട്ടി ഇതുപോലെ നമ്മുടെ മത്തങ്ങ പായസം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വറുത്തെടുക്കുകയാണ്. വറുത്ത് കോരി എടുത്തു. അതെ, വറുത്ത് കോരി. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്കിത് ചേർക്കാം കേട്ടോ. ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർക്കാൻ പോവാണ്. ആ നെയ്ക്കകത്തോട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ അത് ഉടച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുക കേട്ടോ. കേട്ടോ, നമ്മുടെ ഉടച്ച മത്തങ്ങ നമുക്ക് ഈ നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വയലട്ടെ. നമ്മൾ അതിന് നേരത്തെ കലക്കി വെച്ചിരുന്ന അരിപ്പൊടി എന്നിട്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കലക്കി വെച്ചാൽ അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ സമയത്തോട്ട് ഒഴിക്കാം. അപ്പൊ നമ്മുടെ ആ മത്തങ്ങയിലോട്ട് നമ്മൾ അരിപ്പൊടി കലക്കിയത് നമ്മൾ അതിലോട്ട് ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ശർക്കര, നമ്മളിവിടെ ശർക്കര ഇവിടെ വെച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഈ ശർക്കരയും കൂടെ അരിച്ചങ്ങ് ഒഴിക്കാം. നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ശർക്കര നമ്മുടെ ഇവിടെ കാച്ചി വെച്ചിരുന്ന കേട്ടോ, ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഈ കൂട്ടത്തിൽ കൂടെ ഒന്ന് ഒഴിക്കാം. ഒഴിച്ചിതങ്ങ് വേവട്ടെ, നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പൊ നമ്മൾ പാനീയമാക്കി വെച്ചിരുന്ന ശർക്കര അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഐറ്റമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം.
അന്നേരം വേണ്ട ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ രണ്ടാം പാൽ ഈ സമയത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ രണ്ടാം പാല് ഒഴിച്ച് നന്നായി ഇളക്കുന്നുണ്ട്. ചെറിയ ചൂടിൽ ഇളക്കി റെഡിയാക്കി എടുക്കുക. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ചെറിയ തീയിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിച്ചെടുക്കണ്ടേ. അതെ, നമ്മൾ പായസങ്ങളൊക്കെ വെക്കുമ്പോഴത്തേന് പയ്യെ ചെറിയ തീയിലാണ് നമ്മൾ ഇളക്കി ഇങ്ങനെ ഇരിക്കണം. എങ്കിലേ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. അല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇളക്കാതിരിക്കരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെറിയ ചൂടിൽ ഇളക്കി എടുക്കാം. നമ്മൾ ഇളക്കാണ്ട് മത്തങ്ങയുടെ ആ ഒരു ഇത് കണ്ടോ മുന്നിൽ നിൽക്കുന്നേ. കൂട്ടുകാരെ, നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരുന്ന ഏലക്കാപ്പൊടി നമുക്കിത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഇത് ഏലക്ക ഒന്ന് പിടിച്ചെടുക്കട്ടെ. അത് കൂട്ടുകാരെ, നമുക്ക് ശർക്കരയുടെ ആ കുത്തൽ മാറ്റാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഒന്നാം പാല് കേട്ടോ, നമ്മുടെ ഒന്നാം പാല് ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് ചൂടാക്കി ഒന്ന് ചൂടാക്കാം. തിളക്കൊന്നും വേണ്ട, ചൂടാക്കിയാൽ മതി. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്തൂട് ഇട്ട് കൊടുക്കാം. അപ്പൊ റെഡിയായോ നമ്മുടെ പായസം? അതെ, നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കഴിച്ചു നോക്കണം എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ രുചിച്ചു നോക്കിയിട്ടില്ല, രുചിച്ചു നോക്കണം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മത്തങ്ങ പായസം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പോയനായിരുന്നു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കുകയാണ്. കറക്റ്റ് നമ്മുടെ പ്രഥമന്റെ കൂട്ട് തന്നെ കളറും കാര്യങ്ങളൊക്കെ, ആ മത്തങ്ങയൊക്കെ എല്ലാം ഒന്ന് സെറ്റായി വെന്തെല്ലാം റെഡി ആയിട്ടുണ്ട്. അലിക്കുട്ടി, അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഒരു ചൂടുണ്ട്, ടേസ്റ്റ് ആവട്ടെ. കൊള്ളാം. മത്തങ്ങ പായസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുടിച്ചു നോക്കുന്നതിന്റെ രുചി അറിയുന്നത് ആദ്യമായിട്ടാണ്. ഉണ്ടാക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ അലിക്കുട്ടി ഉണ്ടാക്കിയ മത്തങ്ങ പായസം നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അറിയിക്കുക. അപ്പോൾ മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസവുമായിട്ടും അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, സീ യു.